എല്ലാവർക്കും നമസ്തേ. പ്രതിജ്ഞ. രാജ്യമാണ് പരമപ്രധാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യത്തിനും ജനതയ്ക്കുമൊക്കെ നിൽക്കുന്നതാണ് ഒരു പൗരന്റെ നിലയിൽ എൻ്റെ ഉത്തരവാദിത്തം. ഇന്ത്യ എൻ്റെ മാതൃഭൂമിയാണ്. ഇന്ത്യ എൻ്റെ അഭിമാനമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആഗോള മതഭീകര സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയ കോൺഗ്രസിന്റെ നിലപാട് ഞെട്ടലുണ്ടാക്കുന്നതാണ്. കേരളമടക്കം രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയ PDPയുമായുള്ള CPMന്റെ അവിശ്വസ്ത സഖ്യവും ആശങ്കാജനകം തന്നെ. ഇരു മുന്നണികളും മതഭീകരവാദ സംഘടനകൾക്കൊപ്പം നിലയുറപ്പിക്കുമ്പോൾ വികസനവും ദേശസുരക്ഷയും ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്ന NDA നിലപാട് അഭിമാനകരമാണ്. നാടിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, രാജ്യത്തിന്റെ ഐക്യം, രാജ്യസുരക്ഷ എന്നിവ ഉറപ്പാക്കാൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അചഞ്ചലമായി നിൽക്കുമെന്ന് NDA നിലമ്പൂരിൽ സംഘടിപ്പിച്ച ദേശരക്ഷാ സദസ്സിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. വേദിയിലിരിക്കുന്ന എന്റെ ഗുരുജനങ്ങളെ, സഹകരിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാർ, ഈ ഇലക്ഷൻ സമയത്ത് ഇപ്പം മുരളീധരൻ പറഞ്ഞ് ഞാൻ മുഴുവൻ ശ്രദ്ധിച്ചിരുന്നു കേൾക്കുകയാണ്. വളരെ സംഘർഷം മനസ്സിലാക്കി തരുന്ന, അത് ഓരോ LDFന്റെ നേതാവ്, അത് മുഖ്യമന്ത്രി വന്ന് പ്രസംഗിച്ച കാര്യങ്ങളും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ വന്ന് പ്രസംഗിച്ച കാര്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റിനെ ഞാൻ കുറ്റം പറയില്ല. കാരണം അവരിന്നും കൊടികളിൽ പൊക്കിക്കൊണ്ട് നടക്കുന്നത് അന്യരാജ്യങ്ങളിൽ ആ രാജ്യങ്ങൾ തീവ്രവാദികളായിട്ട് മുദ്രയടിച്ചിട്ടുള്ളവരുടെ ഫോട്ടോഗ്രാഫ് വെച്ചുകൊണ്ട് അവരെ നേതാക്കന്മാരായി കൊടി പറപ്പിക്കുന്ന ആളുകളാണ്. അവർക്ക് ഇവിടുത്തെ ഭഗത് സിംഗിനെയോ അല്ലെങ്കിൽ ഉദ്ധം സിംഗിനെയോ ഒന്നും ആദരിക്കാൻ സാധിക്കില്ല. കാരണം അതിൽ ദേശസ്നേഹം വേണം. അത് പണ്ട് പോലൊക്കെ ഇവർക്കില്ല. കോൺഗ്രസിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുതിർന്ന വലിയ പ്രധാനമന്ത്രി സ്ഥാനത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് ഈ ഭാരത മാതാവ്? അതിന് മക്കളെ, മാതാവെന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ളതിന്റെ അതിന്റെ എന്താണ് ആ അമ്മ എന്നുള്ളതിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഭാരത മാതാവ് എന്ന് എന്തുകൊണ്ട് നമ്മൾ പറയുന്നു എന്നുള്ളത് നിങ്ങളെപ്പോലവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളെപ്പോലവനെ പ്രസവിച്ച ആ അമ്മ പോലും നിൽക്കുന്നത് ഈ മാതാവിന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ടാണ്. ഈ മാതാവിന്റെ നെഞ്ചത്ത് കിടന്നുകൊണ്ടാണ് നിന്നെപ്പോലുള്ള നികൃഷ്ട ജന്മങ്ങൾക്ക് ജീവൻ കൊടുക്കുന്നത്. അപ്പൊ അത് ആ അമ്മയെ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ ഭാരതമാതാവ് നിങ്ങൾക്ക് എന്ത്? അത് ഞങ്ങൾ ബഹുമാനിച്ചോളാം. കാരണം ഞങ്ങൾ ഇന്നും രാഷ്ട്രവാദികളാണ്. രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ RSSന് നിങ്ങൾ പലപ്പോഴും പറയും മത തീവ്രവാദികളെന്ന്. RSS എന്താണ് ചെയ്തതെന്നുള്ള ആദ്യം ചരിത്രം എടുത്ത നേതാക്കന്മാരെ പഠിക്കട്ടെ. ഇന്നും ഈ RSSനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ലെഫ്റ്റും റൈറ്റും ഇവിടെ വർഗീയവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് BJPക്കാരോ RSSകാരോ ഒരിക്കലും ഒരു വർഗീയവാദിയല്ല. 22-ാം തീയതി പേൽഗാം അറ്റാക്ക് കഴിഞ്ഞ സമയത്ത് 23-ാം തീയതി കാലത്ത് 8 മണിക്ക് മാതൃഭൂമിക്കാർ വിളിച്ച സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഇന്ത്യ മുഴുവൻ അലയൊലി പായിച്ചു. ആ വാക്ക് എന്താണെന്ന് അറിയുമോ? എന്തുകൊണ്ട് ഇവിടുത്തെ തീവ്രവാദികൾ ഇവിടെ വന്ന് ഹിന്ദു ഏതെന്ന് മുസ്ലിം ഏതെന്നും കൽമ ചൊല്ലാൻ പറഞ്ഞവൻ മാത്രം രക്ഷപ്പെടും, ബാക്കിയുള്ളവനെല്ലാം ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് തേടിപ്പിടിച്ച് കൊല്ലുന്ന ഒരു തീവ്രവാദി സംഘടന ഇന്നൊന്നും നമ്മുടെ രാജ്യത്തില്ല. അപ്പൊ അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? വെറുമൊരു തീവ്രവാദി അറ്റാക്ക് അല്ലായിരുന്നു. രാജ്യത്തിനകത്ത് ഹിന്ദുവും മുസ്ലിമും അടിക്കണം. അതിന്റെ തീ ഇവിടെ ആളിക്കത്തുന്ന സമയത്ത് അവന് ബോർഡറിൽ പലതും ചെയ്യാം. ഈ ഇന്ത്യയെ നശിപ്പിക്കാൻ സാധിക്കും.
പക്ഷെ മക്കളെ, യു ആർ റോങ്. ഇവിടെ നിന്ന് ഇന്ത്യ ഭരിക്കുന്ന നിങ്ങളുടെ എല്ലാം പ്രധാനമന്ത്രിമാരല്ല. ഇവിടെ ചങ്കൂറ്റും 56 ഇഞ്ച് നെഞ്ചുമുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ് ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ ഒരു സിനിമാ നടി പറയുന്നത് കേട്ടിരുന്നു, 10 പേരെ ഇവിടെ ഞങ്ങൾ അടിക്കും, 10 പേരെ കൊണ്ടടിക്കും. 10 മോളെ, ഒരാളെ അടിച്ചാൽ 1000 പേരെ ഞങ്ങൾ അടിച്ചിരിക്കും. അതാണ് ഈ പ്രധാനമന്ത്രി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ 10ന്റെ കണക്ക്, പൂരപ്പറമ്പിലെ അടിയുടെ കണക്ക് അങ്ങ് മാറ്റിവെക്കും. ആദ്യം ഇന്ത്യ എന്നുള്ളത് ഇനിയും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ യു ആർ ഫ്രീ, യു ആർ നോട്ട് സപ്പോസ് ടു സ്റ്റേ ഹിയർ. ഞാൻ പറയില്ല നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുള്ളത്, നിങ്ങൾ ഇവിടെ തന്നെ വേണം. എങ്കിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. രാജ്യദ്രോഹി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണെന്ന് കാണിക്കാൻ. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ വേണം. അന്നവിടെ ആ ആക്രമണം നടന്നതിന് ശേഷം പലരും ചോദിച്ചു. ആദ്യം കുറച്ചു ദിവസമൊന്നും പറഞ്ഞില്ല, പിന്നീടെല്ലാം തീവ്രവാദികൾ എവിടെ പോയെന്നുള്ളത്. ആ 3 പേരെ കൊന്നിട്ടുള്ളതൊന്നും നിങ്ങൾക്കറിയില്ല. അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പോഴും പ്രൂഫ് ചോദിക്കുന്ന ആൾക്കാരല്ലേ. പ്രൂഫ് ഞങ്ങൾ ബാലക്കോട്ടിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെൽഗാം അറ്റാക്ക് നടന്ന സമയത്ത്, അപ്പുറത്തും ഉറി കഴിഞ്ഞ സമയത്തും തന്നു. എന്നിട്ടും നിങ്ങൾ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്ക് ലൈവ് കാണിച്ചപ്പം ഓക്കെ. ലൈവ് ഇവിടുന്ന് ഇങ്ങനെ മിസൈലുകൾ പോകുന്നതും അവിടുന്ന് വരുന്ന മിസൈലുകൾ ഇവിടെ ബോർഡർ കിടക്കാതെ ഏറെ തന്നെ പൊട്ടിപ്പോകുന്നതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരും ഇപ്പൊ പ്രൂഫ് ചോദിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു അമേരിക്കക്കാരുടെ വാക്കുകൊണ്ട്, ട്രംപിന്റെ ഒരു വിളി കൊണ്ട് മോദി പേടിച്ചു. പേടിക്കില്ല മോനെ. എന്നോട് സത്യം നിങ്ങൾ അറിഞ്ഞു. ആ 7-ാം തീയതി രാത്രിയില് ഒരു ബോംബ് പോയി വീണോടെ, ഒരു മിസൈൽ പോയി വീണത് എവിടെയാണെന്നറിയോ? 23 കിലോമീറ്റർ ദൂരത്ത്, അവരുടെ ന്യൂക്ലിയർ പ്ലാന്റിന്റെ 23 കിലോമീറ്റർ ദൂരത്ത് പോയി വീണപ്പോ പാകിസ്ഥാൻ ഞെട്ടിമറച്ചു. ഇതുവരെ വന്ന് വീഴുന്ന സമയത്ത് വരുന്നവരേക്ക് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിന്റെ എല്ലാം ഈ ആണവ കേന്ദ്രത്തിൽ പോയിട്ട് ഒരു ബോംബിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് പൊട്ടും നിന്റെ ഈ 150 ബോംബും കഴിഞ്ഞു. പാകിസ്ഥാൻ ഇല്ലാതാവും, ഇങ്ങോട്ടൊന്നും വരില്ല. ഇത് കണ്ട് പേടിച്ചിട്ടാണ് അവർ ട്രംപിനെ വിളിച്ചത്. നല്ല കാലം ഇവിടെ രാത്രിയും അവിടെ പകലുമായിരുന്നു. ട്രംപ് ഉണർന്നിരിക്കുകയായിരുന്നു. കേട്ടപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞല്ലോ, എന്നോട് പറയണ്ട, നിങ്ങൾ അവിടുത്തെ DGM-ആയിട്ട് സംസാരിക്കും. അങ്ങനെ 2 മിലിറ്ററി DGM-ഓസും സംസാരിച്ച സമയത്ത് 12 മണിക്ക് കോള വന്നപ്പോൾ നമ്മുടെ DGM പറഞ്ഞൊരു കാര്യമുണ്ട്, 3 മണിക്ക് വിളിക്കുന്നത്. അവിടെയാണ് കാണുന്നത് ഈ രാജ്യം നമ്മൾ എവിടെ നിൽക്കുന്നു, എത്ര ശക്തരാണ്. എനിക്ക് സമയമുള്ളൂ അതിനോട് പറയാൻ. നീ വന്നവിടെ ചൊറിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ മാന്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്കൊന്ന് മനസ്സമാനം വരട്ടെ, കയ്യൊക്കെ ഒന്ന് തരിപ്പ് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നോട് സംസാരിക്കാം. അങ്ങനെയാണ് 3 മണിക്ക് സംസാരം നടന്നത്. ഇത് ട്രംപ് പറഞ്ഞു. മൂപ്പർ അതിന് മുമ്പ് തന്നെ 5 മണിക്ക് ഡിക്ലെയർ ചെയ്തു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തുന്നത്. ഇതിന്റെ എല്ലാം കൂടെ സന്തോഷിച്ചത് ആരാന്നറിയോ? ഇവിടുത്തെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു 19 പാർട്ടിയെല്ലാം ചേർന്നുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചു. മോദിനെ താഴ്ത്ത് വീഴ്ത്താൻ നോക്കുന്ന കുറേ പാർട്ടികളുള്ള അവരെല്ലാം സന്തോഷിച്ചു. ട്രംപ് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ യുദ്ധം നിർത്തിയതെന്ന്. അല്ല, ട്രംപ് പറഞ്ഞാലൊന്നും കേൾക്കുന്ന ആ പ്രധാനമന്ത്രി നിങ്ങളൊക്കെ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന പ്രധാനമന്ത്രിയാണ്. ഇന്ന് ഭരിക്കുന്ന പ്രധാനമന്ത്രി ഞങ്ങൾ തീരുമാനമെടുക്കും, നിങ്ങൾ അറിയുപോലില്ല എന്തെടുക്കുമെന്ന്. അത് രാജ്യത്തിന്റെ അഭിമാനവും അഖണ്ഡതയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും. അതിൽ ഒരിക്കലും ഒരു തരത്തിലും ഒരു വിധത്തിലുള്ള ചഞ്ചലവും ഉണ്ടാവില്ല. ഇസ്രായേലിന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. ഹമാസിനെ എഗൻസ്റ്റ് ആയിരുന്നെങ്കിൽ കാരണമുണ്ട്. ഹമാസ് ചെയ്തതും 22-ാം തീയതി പെഹൽഗാമിൽ ചെയ്ത് പാകിസ്ഥാൻ ചെയ്തതും ഒരേ സംഭവം തന്നെയാണ്. സമാധാനപരമായിട്ടിരുന്നിരുന്ന ടൂറിസ്റ്റുകളെ പോയി അറ്റാക്ക് ചെയ്തു 22-ാം തീയതി ഏപ്രിൽ. അതേപോലെ തന്നെയായിരുന്നു ഹമാസും ആ സെപ്റ്റംബർ 7-ാം തീയതിയോ 27-ാം തീയതിയോ വന്ന് പാലസ്തീൻകാർ ഇവിടെ വന്നുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് ആക്രമണം നടത്തിയത്. അത് കഴിഞ്ഞ് അടി വാങ്ങിച്ചുകൊണ്ടിരുന്നു. അമേരിക്ക പറഞ്ഞിട്ട് പോലും അവർ നിർത്തിയിട്ടില്ല. ഇത്രയുള്ള മക്കളെ രാഷ്ട്രം. പക്ഷെ അത് ഭരിക്കുന്നവൻ ആരാണെന്നുള്ളത് അവിടെയാണ് ആ ചങ്കൂറ്റം. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. സോ ഒരിക്കലും ഒരു രാജ്യസ്നേഹിക്കും ഇവിടെ യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഉണ്ടാവണ്ട. പക്ഷെ രാജ്യദ്രോഹിയാണെങ്കിൽ നീ എവിടെ ഇരുന്നാലും അവിടെ വന്നടിക്കും. അതിന് ഒരു സംശയമില്ല. ഇന്ന് നിങ്ങൾ വേറെ കൂടെ മനസ്സിലാക്കണം. കാശ്മീരിൽ ഇത്രയും ബോംബ് വീഴുന്നു, മിസൈൽ ആക്രമണം എല്ലാം നടന്ന സമയത്തും അവിടെ ആ സ്ഥലം വിടാതെ നിന്നിരുന്ന കാശ്മീരീസ് ഉണ്ട്. അതിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്റെ രാജ്യം എന്നുള്ള സ്പിരിറ്റ് അവിടെ കാണിച്ചു. ആ വെടിശബ്ദത്തിനകത്തും കുട്ടികളുടെ കാത് പൊക്കിക്കൊണ്ട് അവരെ ഉറക്കി കിടത്തിയിട്ടുള്ള അമ്മമാരുണ്ട് അവിടെ. കാരണം എന്താണ്? അവരാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ. എന്ത് വന്നാലും ശരി, ഈ മണ്ണ് വിട്ട് ഞാൻ പോവില്ല. ഇതെങ്കിലും ഒന്ന് കണ്ട് പഠിക്കേണ്ട ലെഫ്റ്റും റൈറ്റും ഇവിടെ ഭരിക്കുന്നവരെ, അവരെ പോലുള്ളവരെ കണ്ടു പഠിക്കൂ. ഇത്രയും വലിയ നിങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ ഒരു ബുള്ളറ്റ്, റൈഫിളിന്റെ ബുള്ളറ്റ് വന്നാൽ പോലും നിങ്ങൾ ഇവിടുന്ന് പേടിച്ചോടിപ്പിക്കളെ. അവിടെ ഇത്രയും വലിയ ഷെല്ലാക്രമണം നടന്നിട്ടും അവരവിടുന്ന് വിട്ടു പോന്നിട്ടില്ല. ആ സ്ഥലത്ത് തന്നെ അവരിപ്പോഴും ഉണ്ട്. കാരണം എന്താ അറിയോ? അവരും വിളിക്കുന്നുണ്ട് ഭാരതാംബ എന്നുള്ളത്.
അതാണ് പറയുന്നത്, ഭാരതം എന്നുള്ളത് എൻ്റെ അമ്മയാണ്. ആ അമ്മയെ സംരക്ഷിക്കാനുള്ള രാജ്യസ്നേഹം ഉള്ളവർ ഇവിടെ ഉണ്ട്. അവിടെയാണ് ഇപ്പൊ നിലമ്പൂരിൽ വന്നിട്ട് ആ ഭാരതാംബയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത്. ഇവിടുത്തെ വികസനത്തെ കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഇവിടുന്ന് ഈ 4 എൻ്റെ GPS കാണിക്കുന്നത്, ഞാൻ എറണാകുളത്ത് വരുന്ന സമയത്ത് 4 കിലോമീറ്റർ 400 മീറ്റർ കിടക്കാൻ വേണ്ടി എനിക്കിട്ടിരിക്കുന്ന സമയം 7 മിനിറ്റായിരുന്നു. ജീവിതത്തിൽ മനുഷ്യൻ സമയത്തിന് വിലയുണ്ട്. അതില്ലാത്തവർ ഇതുപോലുള്ളവരൊക്കെ തന്നെയായിരിക്കും. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും NDA ഗവൺമെന്റിന് സത്യസന്ധമായിട്ടുള്ള വാക്കുകളുണ്ട്, പറഞ്ഞ് ചെയ്തിരിക്കും. അല്ലാതെ ഇവിടെ റോഡ് വികസനം വന്ന സമയത്ത് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾ എല്ലാ ആഴ്ചയും പോയി ഞങ്ങളോട് മീറ്റിംഗ് നടത്തുന്നുണ്ട്, ഇതെല്ലാം കഴിഞ്ഞു. റോഡൊക്കെ പൊളിച്ചപ്പോൾ ഞങ്ങളുടെ നല്ല അത് മോദിയാണ്. നിതിൻ ഗഡ്കരിജി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് ഞങ്ങളുടെ തെറ്റല്ല. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, തെറ്റ് എന്ത് തന്നെയായാലും ശരി അതിനെ ശരീകരിക്കും. ആ ശരീകരിക്കാനുള്ള സമയം എന്നിട്ടും പറഞ്ഞ് 2026 മുന്നേ ഈ റോഡ് ശരിയാക്കി കൊടുക്കുമെന്നുള്ളത്. ഇനിയിപ്പോൾ ഏതായാലും ഇവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ഇത് അവരുടെ റോഡാണെന്നുള്ളത്. ഇങ്ങനെ വല്ലവനും പ്രസവിച്ചതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഇതുപോലുള്ള ഗവൺമെന്റിനെ ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ നാളെ അവിടെ എവിടെയോ ഇരുന്നിട്ട് അസൂയ, കുനിട്ട് ഇതൊക്കെ ഉള്ളവർക്ക് ഇവർക്ക് വികസനത്തെ കുറിച്ച് പറയാൻ എന്താണോ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. വിഴിഞ്ഞം പോർട്ടിന്റെ അവിടെ പോയിട്ട് എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റ് സ്റ്റേജിൽ കയറിയിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആണ് പ്രധാനമന്ത്രി ഇവിടെ ഭരിക്കുന്നത്. അവിടുന്ന് ലെറ്റർ വന്നിട്ടാണ് ഇരിക്കുന്ന മോനെ. അല്ല, നിങ്ങളെപ്പോലുള്ളവരെ പോലെ താഴ്ത്തിരുന്നുകൊണ്ട് ഇവിടെ ഇരുന്ന് അസൂയപ്പെട്ട കാര്യമില്ല. നിങ്ങൾക്ക് അധികാരമുള്ളിടത്ത് നിങ്ങൾ അല്പത്തരം കാണിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടിയിട്ട് പല ഒഫീഷ്യൽ ഫംഗ്ഷൻ പോയിട്ടില്ലേ? അപ്പൊ ഒരിക്കലും പറയരുത്, ഡോണ്ട് ബി സോ ഫൂളിഷ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ അല്പത്തരങ്ങൾ കാണിക്കാനല്ലാതെ നിലമ്പൂരിന്റെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക എന്താണ് നിങ്ങൾ വികസനം കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ രാജ്യസ്നേഹികളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നിലമ്പൂർക്കാരെ ഇനിയെങ്കിലും മനസ്സിലാക്കും, ഇവിടെ നമുക്ക് ഇലക്ഷൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ഒരു സംസാരമല്ല ഇത്. ഇനിയും നമ്മൾ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളെയാണ് നമുക്കിവിടെ ആവശ്യം. അല്ലാതെ ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മളെ തമ്മിലടിപ്പിക്കാൻ വർഗീയത പറഞ്ഞു പരത്തുന്ന അതുപോലുള്ള പാർട്ടിക്കാരും അവരുമായിട്ട് സഖ്യം കൈകോർത്തുകൊണ്ട്, ജമാഅത്തെ ആണെങ്കിലും ശരി PDP ആണെങ്കിലും ശരി, ഇവരുമായിട്ട് കൈകോർത്തുകൊണ്ട് 10 വോട്ട് വാങ്ങിച്ച് പിന്നെ അവിടെ ചേർന്ന് കയറിയിരിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന അവിടെയൊക്കെ രാജ്യസ്നേഹം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിനെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് ഈ വരുന്ന ഇലക്ഷന് എന്താണ് നിങ്ങളുടെ തീരുമാനം എന്നുള്ളത് വേറെ. പക്ഷെ ഇത് ഇവിടെ വരുന്ന അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരെല്ലാവരും രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ രാജ്യമില്ലെങ്കിൽ നിങ്ങളില്ല, ഞാനില്ല, ആരുമില്ല. ആദ്യം ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് വരണം. ഇന്നിപ്പോൾ ഡൽഹിയിൽ ശക്തമായിട്ടുള്ള ഒരാൾ ഇരിക്കുന്നുണ്ട്, നിങ്ങളിവിടെ ഇതുപോലുള്ള കൂത്തുകളൊക്കെ കാണിക്കുകയാണ്. അതൊന്ന് മാറ്റി നിർത്തുക. ഇനിയെങ്കിലും സമാധാനപരമായിട്ട് നമുക്ക് നല്ല യഥാർത്ഥ രാജ്യസ്നേഹിയായിട്ട് രാജ്യത്തിന് എഗൻസ്റ്റായിട്ട് പോരാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് വി ഗോട്ട് ടു ന്യൂട്രലൈസ് ദം. അതിന് ഉള്ളതാണ് ഈ NDA. അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. ഇനി ഇന്നത്തെ ഇവിടുത്തെ നിലമ്പൂർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ മോഹൻജിയെ എത്രത്തോളം നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വോട്ട് ചെയ്താൽ മതി. വരും വോട്ട്. അല്ലാതെ വീട്ടിലായി ഇന്ന് മഴയാണ്, മഴയാണെങ്കിൽ ആ മഴയത്ത് ചെല്ലൂ, ബൂത്തിലോട്ട് ചെല്ലൂ. നിങ്ങളുടെ ഈ വിരലിനകത്ത് വരുന്ന ആ മഷിയുടെ അധികാരം എന്താണെന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ BJP ഇവിടെ വിജയിച്ചിരിക്കും, NDA ഇവിടെ വിജയിച്ചിരിക്കും. I wish him all the best and God bless you all and Bharat Mata ki